2002 ഗുജറാത്തിൽ നടന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപമാണ് ഗുജറാത്ത് കലാപം അഥവാ ഗുജറാത്ത് മുസ്ലിം വംശഹത്യ. അഹമ്മദാബാദിൽ ആരംഭിച്ച കലാപം സംസ്ഥാനത്തുടനീളം പടരുകയായിരുന്നു. ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിൽ അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന കർസേവകർ ഉൾപ്പെടെ 59 പേർ കൊല്ലപ്പെട്ട ഗോദ്ര തീവണ്ടി കത്തിക്കൽ കേസിനെ തുടർന്നാണ് കലാപങ്ങളുടെ ആരംഭം എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ടതാണെന്നും ഗോത്ര സംഭവം ഒരു കാരണമാക്കിയത് മാത്രമാണെന്നും ആക്രമണങ്ങളുടെ സംഘടിത സ്വഭാവവും ആസൂത്രണവും വിശകലനം ചെയ്തുകൊണ്ട് ചിലർ വാദിച്ചിരുന്നു. കലാപങ്ങളിൽ 790 മുസ്ലിമുകളും 254 ഹിന്ദുക്കളും കൊല്ലപ്പെടുകയും 223 പേരെ കാണാതാവുകയും 2500ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് ഔദ്യോഗികമായി പുറത്തു വന്നിരുന്ന കണക്കുകൾ. ഇതിൽ ജാതി എടുത്തു മാറ്റിയാൽ 1013 മനുഷ്യർക്ക് ഈ കലാപത്തിൽ ജീവൻ നഷ്ടമായി. എന്നാൽ ഏതാണ്ട് 2000-നടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൊലപാതകങ്ങൾ കൂടാതെ കൊള്ളയും ബലാത്സംഗങ്ങളും ഈ കലാപത്തിൽ അരങ്ങേറിയിരുന്നു. കലാപം നടക്കുന്ന വേളയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പരോക്ഷമായി ഈ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നുവെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാൽ ഗുജറാത്ത് കലാപം ഒരു വർഗീയ സംഘർഷമായിരുന്നുവെങ്കിലും അതൊരു പ്രത്യേക മതവിഭാഗത്തെയോ വംശീയ വിഭാഗത്തെയോ കൊന്നൊടുക്കുകയോ ദ്രോഹിക്കുകയോ ലക്ഷ്യമാക്കി നടത്തുന്ന ഹിംസാത്മകമായ കലാപമായിട്ടാണ് ഗുജറാത്ത് കലാപത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുജറാത്ത് കലാപത്തെ ഒരു വംശഹത്യയായിട്ട് തന്നെ കാണുന്നവരുമുണ്ട്. വർഷങ്ങൾ കടന്നുപോയിട്ടും ഇപ്പോൾ വീണ്ടും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാൻ കാരണമായത് ഒരു ചലച്ചിത്രമാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു അടയാളപ്പെടുത്തലാവേണ്ടിയിരുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി ചിത്രം പല വിവാദങ്ങൾക്കും വഴിയൊരുക്കി അവസാനം ചിത്രത്തിലെ ചില രംഗങ്ങൾ ഒഴിവാക്കാൻ പോലും നിർബന്ധിതനായി. പാറിപ്പറക്കുന്ന ഹെലികോപ്റ്റർ രംഗങ്ങളും വെടിയൊച്ചകളും നിറഞ്ഞ ബ്രഹ്മാണ്ഡ കാഴ്ചകളാൽ സമ്പന്നമാണ് എമ്പുരാൻ സിനിമ. മലയാള സിനിമയിൽ ഇന്നേ വരെ ഒരു സിനിമയ്ക്കും ലഭിക്കാത്ത പ്രമോഷനും വരവേൽപ്പുമാണ് എമ്പുരാന് ലഭിച്ചതും. വടക്കേ അമേരിക്കയിൽ 80 കോടിയിലധികം പ്രീ സെയിൽസും ശക്തമായ ബുക്കിംഗും നേടി പുതിയ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ സിനിമ. ചിത്രം റിലീസ് ചെയ്ത് 48 മണിക്കൂറിൽ 100 കോടി ക്ലബിലെത്തി. 5-ാം ദിവസം തന്നെ 200 കോടി ക്ലബിലും ഇടം പിടിച്ചു. മലയാള സിനിമ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മേക്കിംഗായി പ്രേക്ഷകർ പൃഥ്വിരാജ് സിനിമയെ വാഴ്ത്തുന്നു. എന്നാൽ മലയാള സിനിമയുടെ KGF വിശേഷണങ്ങൾ വരെ നേടിയെടുത്തിട്ടും എമ്പുരാൻ പറയുന്ന രാഷ്ട്രീയമാണ് ചർച്ചയായത്. 2002 ഗുജറാത്തിലുണ്ടായ വംശഹത്യയെക്കുറിച്ച് സിനിമ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തിയതായാണ് വലത് അനുകൂല രാഷ്ട്രീയ സംഘടനകളുടെ വാദം. സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ ഉയർത്തുന്ന സൈബർ ആക്രമണത്തിന് കാരണവും ഇതുതന്നെ. 23 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഗുജറാത്ത് കലാപത്തെ ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ ഭയക്കുകയാണ്. കാരണം അത്രമേൽ ഭീകരമായ ഒരു ചരിത്രമാണ് ഗുജറാത്ത് കലാപം പറയുന്നത്. 2002 ഫെബ്രുവരി 27 രാവിലെ സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗുജറാത്തിലെ ഗോദ്ര ജംഗ്ഷൻ സ്റ്റേഷനിലെ 1-ാം പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ ഏകദേശം 5 മണിക്കൂർ വൈകിയായിരുന്നു. വെളുപ്പിന് 2:55 എത്തേണ്ട ട്രെയിൻ ഗോദ്ര സ്റ്റേഷനിൽ എത്തിയത് 7:43 സീറ്റിന്റെ കണക്ക് പ്രകാരം ഏകദേശം 800ഓളം യാത്രക്കാർക്ക് സബർമതി എക്സ്പ്രസിൽ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ട്രെയിനിൽ വലിയ തിരക്കും ഇരട്ടിയോളം യാത്രക്കാരും ഉണ്ടായിരുന്നു. യാത്രക്കാരിൽ ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്നും മടങ്ങുന്ന കർസേവകരായിരുന്നു. ട്രെയിനിൽ ജയ് ശ്രീറാം വിളികൾ ഉയർന്നിരുന്നു. കർസേവകരും സ്റ്റേഷനിലുണ്ടായ മുസ്ലിം കടക്കാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ട്രെയിൻ പുറപ്പെട്ട് കുറച്ച് മുന്നോട്ട് പോയി. അപ്രതീക്ഷിതമായി ആരോ ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തി. അവിടെ ഒരാൾക്കൂട്ടം ട്രെയിനിന് നേരെ നടന്നെടുത്തു. ആ സമയത്താണ് ട്രെയിനിന്റെ ഒരു ബോഗി കത്തി നശിക്കുന്നതും 59 പേർ മരണപ്പെടുന്നതും. ഗോദ്രയുടെ തുടർച്ചയായിരുന്നു ഗുജറാത്തിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന വർഗീയ കലാപവും കൂട്ടക്കൊലകളും. അഹമ്മദാബാദിൽ തുടങ്ങിയ കലാപം സംസ്ഥാനമെങ്ങും വ്യാപിച്ചു. ആക്രമണങ്ങളിൽ 1000ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. എന്നാൽ അനൌദ്യോഗിക കണക്ക് പ്രകാരം മരണം 2000-ലധികമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. കലാപ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെയും അവിടുത്തെ ഭരണകൂടത്തിന്റെയും നിലപാട് വിവാദമായി. കലാപത്തിന് മോദി രഹസ്യ പിന്തുണ നൽകിയെന്ന് ആരോപണം ഉയർന്നു. രാജ്യാന്തര തലത്തിലുൾപ്പെടെ ഗുജറാത്ത് സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളുണ്ടായി. അത്യാഹിത മേഖലകളിൽ വേണ്ടത്ര സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്തത്, അക്രമം തടയാൻ സർക്കാർ അലംഭാവം പുലർത്തിയതായുള്ള ആരോപണങ്ങൾ തുടങ്ങിയവ ശക്തമായി ഉയർന്നു. നിരവധി മനുഷ്യാവകാശ സംഘടനകളും മാധ്യമങ്ങളുമാണ് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടത്. തുടർന്ന് നടന്ന അന്വേഷണങ്ങളും കേസുകളും ഏറെ വർഷങ്ങൾ നീണ്ടുനിന്നു. ഗുജറാത്ത് കലാപം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി.
കലാപം നടന്ന വർഷത്തിൽ ഉൾപ്പെടെ ഗുജറാത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലെത്തി. ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറി. ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേരുകൾ നൽകിയ മറ്റൊരു സംഭവമായി ഗുജറാത്ത് കലാപം മാറി. 2008 സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം SIT സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ അന്വേഷണങ്ങൾ നടത്തി. 2012 SIT റിപ്പോർട്ട് നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത ഭരണാധികാരികൾക്ക് നേരെയുള്ള കുറ്റാരോപണങ്ങൾക്ക് തെളിവുകളില്ലെന്ന് വ്യക്തമാക്കി. പിന്നീടും അന്വേഷണങ്ങൾ പലത് നടന്നെങ്കിലും നരേന്ദ്രമോദിയെ കുറ്റക്കാരനാക്കാനുള്ള തെളിവുകൾ ഉണ്ടായില്ല. എല്ലാം അവസാനിച്ചെന്ന് കരുതിയിടത്തു നിന്നാണ് 2002 ഗുജറാത്ത് കലാപം പ്രമേയമാക്കി 2023 BBC പുറത്തിറക്കിയ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി വീണ്ടും ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചത്. 2 പാർട്ടുകളായി ഇറങ്ങിയ ഡോക്യുമെന്ററിയിൽ കലാപസമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടം വേണ്ടത്ര നടപടികൾ കൈക്കൊണ്ടില്ലെന്നുള്ള ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഡോക്യുമെന്ററിയെ പക്ഷാപാതപരമായ പ്രചാരണം എന്ന് വിശേഷിപ്പിക്കുകയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അതിന്റെ പ്രദർശനം നിരോധിക്കുകയും ചെയ്തു. എന്നാൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുകയും ചിലയിടങ്ങളിൽ പോലീസ് ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തു. ഡോക്യുമെന്ററി വിവാദം അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നത് ഫെബ്രുവരി 2023 BBCയുടെ ഡൽഹി മുംബൈ ഓഫീസുകളിൽ ഇൻകം ടാക്സ് വകുപ്പ് നടത്തിയ റെയ്ഡുകളിൽ നിന്നാണ്. ഇതിനെതിരെ ഭരണകൂടം വിമർശനം നേരിടുകയും പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തിനെതിരായ നീക്കം എന്നാരോപിച്ച് രാജ്യാന്തര തലത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തു. എങ്കിലും സർക്കാർ ഇത് ഒരു നിയമാനുസൃത പരിശോധനയാണെന്ന് വിശദീകരിച്ചു. അതേസമയം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ യഥാർത്ഥ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായോ എന്നതിലുള്ള ചർച്ചകൾ, ഇതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ഈ ഡോക്യുമെന്ററി വീണ്ടും ലോക ശ്രദ്ധയിലെത്തിച്ചു. ഗുജറാത്ത് കലാപത്തിനിരയായവരുടെ നിലവിളികൾ പോലെ ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ വിവാദങ്ങൾ ഉയരുകയാണ്. ഏറ്റവും ഒടുവിൽ അതിന് കാരണമായിരിക്കുന്നത് എമ്പുരാൻ സിനിമയും. കാലം എത്ര കഴിഞ്ഞാലും പിന്തുടർന്നു വരും ഇരകളാക്കപ്പെട്ടവരുടെ ആ നിലവിളികൾ.